മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷാലോം ടെലിവിഷനിലൂടെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 85-ാം സങ്കീർത്തനം 12-ാം തിരുവാക്യം. സങ്കീർത്തകൻ നമ്മോട് പങ്കുവെക്കുകയാണ്, കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ കർത്താവ് നമുക്ക് നന്മ പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. 2019 ഈ പുതുവർഷം നമുക്കെല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വർഷമായി കർത്താവ് മാറ്റുകയാണ്. നമ്മുടെ കണ്ണുനീര് തുടച്ച്, നമ്മുടെ സങ്കടങ്ങളെ മാറ്റി, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്, പുത്തൻ അഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന വർഷമാണിത്. ഈ ഒരു പ്രത്യാശയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്ത് പിടിച്ച് കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളോട് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. തുടർച്ചയായ ശുശ്രൂഷകൾ മൂലം ത്രോട്ടിന് ചെറിയ ഒരു ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഈ പുതുവർഷത്തിൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഒരു കുടുംബമായി നന്ദിയോടെ നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. കരങ്ങൾ കോർത്ത് പിടിച്ച് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ വർഷത്തിൽ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളൊക്കെ 2018 കടന്നുപോയി. കർത്താവേ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു, ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്തു. ഈശോയെ, അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. 2019 ഈ പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ആത്മീയ നന്മകളുടെയും വർഷമായി മാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. യോഗ്യനല്ല യേശുവേ ഞങ്ങൾ അതിനെല്ലാം ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എല്ലാവരും ഒരുമിച്ച് നന്ദിയോടെ വാഴ്ത്തും ഹല്ലേലൂയ. ഞാൻ. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങൾക്കായി
സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, 2019 ഈ പുതുവർഷം ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അമ്മയുടെ മേൽ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, ആത്മശക്തിയോടെ കർത്താവിനായി ശുശ്രൂഷിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. 2019 ഈ പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും നിങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാൻ, അത് ജീവിതത്തിൽ ഏറ്റുപറയുവാനായിട്ട് പരിശ്രമിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് തീരുമാനങ്ങളിലുള്ള വിശ്വസ്തതയെക്കുറിച്ചാണ്. തീരുമാനങ്ങളിലുള്ള വിശ്വസ്തത. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനത്തിൽ ഈ മെസ്സേജ് കർത്താവ് നമുക്ക് തരുമ്പോൾ സ്വർഗത്തിന് ഇതിന്റെ പുറകിൽ വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനതയുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതം വലിയ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും ആയിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അവർ ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങളാണ്. അവരുടെ തീരുമാനങ്ങൾ അവരെ ഉയർച്ചയിൽ എത്തിച്ചു. ഇന്ന് പലരുടെയും ജീവിതം വളരെ തകർച്ചയിലും നാശത്തിലും പരാജയത്തിലുമായിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? അവരെടുത്ത തീരുമാനങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ തീരുമാനവും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ രൂപം കൊള്ളുന്നതാകണം. 2019 ഈ വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ആരംഭത്തിൽ തന്നെ നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവാക്യം. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. പലരുടെയും നാശത്തിനും തകർച്ചയ്ക്കും പരാജയത്തിനും ദുരിതത്തിനും ഇന്ന് കാരണമായിരിക്കുന്നത് അവർ ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങളാണ്, ചില നിലപാടുകളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ തീരുമാനവും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ രൂപം കൊണ്ടതായിരിക്കണം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ ഞാൻ ചില വ്യക്തികളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവരെടുത്ത തീരുമാനം അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം അവരെ സ്വാധീനിച്ചു, അവരെ ഉയർത്തി. അതിലൊന്നാമത്തെ വ്യക്തി മോശ പ്രവാചകൻ തന്നെയാണ്. നിയമാവർത്തന പുസ്തകം 34:10 വളരെ മനോഹരമായ വചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോശ പ്രവാചകനെ കുറിച്ച് സാക്ഷ്യം നൽകുകയാണ്. ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു മോശ. മോശയെപ്പോലെ മറ്റൊരു പ്രവാചകനെ ഇസ്രായേൽ ഇത്തരത്തിൽ കണ്ടിട്ടില്ല.
അത്രമാത്രം അഭിഷേകമുള്ള, ആത്മശക്തിയുള്ള, കർത്താവിൻ്റെ സാന്നിധ്യത്തെ സംവഹിച്ച പ്രവാചകനായിരുന്നു മോശ. എന്തായിരുന്നു മോശ ഇത്രമാത്രം ഉയർത്തപ്പെടാനുള്ള കാരണം? ഹെബ്രായ പുസ്തകം 11 അധ്യായം 24 വചനത്തിലോട്ട് വരണം. അവിടെ മോശ എടുത്തൊരു തീരുമാനമാണ്. ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം മോശ നിഷേധിച്ചു. മോശയ്ക്ക് ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. എന്തായിരുന്നു തീരുമാനം? ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവി, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു ഈജിപ്ത്. ഈ ഈജിപ്തിൻ്റെ ഫറവയായിട്ട് മാറാനുള്ള എല്ലാ അവസരവും മോശയ്ക്കുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസം മൂലം മോശ ഈ ഉന്നതമായ പദവി അവൻ നിഷേധിക്കുകയാണ്. മോശയ്ക്കൊരു തീരുമാനമുണ്ടായിരുന്നു. എനിക്ക് ഈ പദവി വേണ്ട, എനിക്ക് സ്ഥാനമാനം വേണ്ട, മറിച്ച് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മോശ തീരുമാനിക്കുകയായിരുന്നു. എത്ര ഉന്നതമായൊരു തീരുമാനമാണ്! ഇന്നത്തെ ആധുനിക മനുഷ്യനാണെങ്കിൽ മോശയോട് പറയാം, മോശെ, നിന്നെപ്പോലൊരു മരമണ്ടൂസ്, നിന്നെപ്പോലൊരു പൊട്ടൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രമാത്രം ഉന്നതമായൊരു സ്ഥാനമാനം നിനക്ക് ലഭിക്കാനിരിക്കെ നീ എന്ത് മണ്ടത്തരയെ കാണിച്ചത്? നീ എന്തിനാ അത് വിട്ടുകളഞ്ഞത്? നീ എന്തിനാ അത് നിഷേധിച്ചത്? ഇത്തരത്തിലുള്ള തീരുമാനം നീ എന്തുകൊണ്ട് എടുത്തത് എന്ന് അനേകരും മോശയോട് ചോദിക്കും. പക്ഷെ മോശയ്ക്ക് അതിന് ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ വിളിയെക്കുറിച്ച്, തൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. മോശ ധീരതയാർന്ന തീരുമാനമെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ ചെയ്തത്? ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ പ്രവാചകനായി മോശയെ ദൈവാത്മാവ് ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വേണം. ഞാനിന്ന് എവിടെ ചെന്നാലും അനേകരും ഒന്ന് പറയാറുണ്ട്, സഹോദര, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ജോലി, കൃഷിയിടങ്ങൾ, ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ തലമുറ ഇതെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായി പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുകയാണ്. നാം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. വീണ്ടും നമുക്ക് വചനത്തിലോട്ട് വരാം. ജോഷുവയുടെ ജീവിതം നോക്കുക. മോശയ്ക്ക് ശേഷം ദൈവം തെരഞ്ഞെടുത്തവനായിരുന്നു ജോഷുവ. എന്തായിരുന്നു ജോഷുവ പ്രവാചകന്റെ പ്രത്യേകത? ജോഷുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യം. ഇസ്രായേൽ സമൂഹത്തിന് മുൻപിൽ ധീരതയോടെ ജോഷ പ്രഖ്യാപിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രം സേവിക്കും. ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനായി നിലകൊള്ളും. ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാരുടെ മുൻപിൽ വെച്ച് പരസ്യമായി ചങ്കൂറ്റത്തോടെ ജോഷ പ്രഖ്യാപിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ദൈവമായ കർത്താവിനെ സേവിക്കും. എന്തൊരു തീരുമാനമായത്! എൻ്റെ സഹോദര സഹോദരി, ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനത്തിൽ കർത്താവിന് വേണ്ടി ഇതുപോലെ തീരുമാനമെടുക്കാൻ പറ്റൂ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. നമ്മൾ കുറേയും കൂടിയൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണത്. യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവജനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? യേശുവിൻ്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. സുവിശേഷ വേലയ്ക്കുള്ള സമയമാണിത്. ഈ കാലഘട്ടത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അനേകം കുടുംബങ്ങൾ, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് അവർ ആയിരിക്കുന്ന മേഖലകളിൽ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകണം. ജോഷ പ്രവാചകൻ ഈ തീരുമാനമെടുത്തു. അവൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇപ്രകാരം തീരുമാനമെടുക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം എന്താണ്? യെശയ്യാ പ്രവചനം 44:3 എത്ര മനോഹരമായൊരു വാഗ്ദത്തമാണ്. സഹോദര, നിന്റെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അനുഭവം പ്രാപിക്കണം. സഹോദരി,
നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകണോ? നമ്മുടെ തലമുറ പരിശുദ്ധാത്മാവിന്റെ തലമുറയായി രൂപാന്തരപ്പെടണോ? കർത്താവിന്റെ തിരുവെഴുത്ത് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നിന്റെ സന്താനങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിന്റെ മക്കളുടെ മേൽ ഞാൻ എൻ്റെ അനുഗ്രഹം വർഷിക്കും. എപ്പോൾ? നീ കുടുംബമായി എൻ്റെ വേല ചെയ്യുമ്പോൾ, നീ കുടുംബമായി എനിക്ക് സാക്ഷ്യം നൽകുമ്പോൾ. ജോഷുവ പ്രവാചകന്റെ ആ തീരുമാനം എത്ര ധീരതയാർന്ന തീരുമാനമാണ്. നമ്മൾ തൻ്റെ ഇടം കാണിക്കേണ്ടത്, നമ്മൾ ചങ്കൂറ്റം കാണിക്കേണ്ടത് പാപം ചെയ്യാനല്ല, ഇതുപോലെ വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ദൈവവചനത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് നമ്മൾ തൻ്റെ ഇടം കാണിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് നമ്മുടെ പൂർവ്വ ജോസഫാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഒരു ദൈവ മനുഷ്യനാണ് പൂർവ്വ ജോസഫ്. അവനൊരു ടീനേജറായിരുന്നു. 17-18 വയസ്സുള്ള സമയത്ത് അവൻ ഈജിപ്തിൽ അടിമയായിട്ട് അടിമവേല ചെയ്യാണ്. ഈ സമയത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 7-8 തിരുവാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയാണ്. ജോസഫ് സുമുഖനും വടിവൊത്ത ശരീരമുള്ളവനായിരുന്നു. നല്ല സ്മാർട്ടായിരുന്നു, കാണാൻ നല്ല സുന്ദരനായിരുന്നു നമ്മുടെ ജോസഫ്. ഈ ജോസഫിൻ്റെ വടിവൊത്ത ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. ഇത് വല്ലാത്തൊരു സൂക്കേടാണ്. അവനിൽ അഭിലാഷം തോന്നുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വിശുദ്ധി അപഹരിക്കാൻ പിശാചാവുന്നതൊക്കെ ചെയ്യും. ഈ പുതുവർഷത്തിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ചില ഉറച്ച തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ, നമ്മുടെ തലമുറകളെ മലിനപ്പെടുത്താൻ പിശാച് നമ്മുടെ വിശുദ്ധി അപഹരിക്കാൻ ആവുന്നതൊക്കെ ചെയ്യും. ജോസഫിന്റെ വിശുദ്ധിയെ മോഷ്ടിക്കുവാൻ, അപഹരിക്കുവാൻ പിശാച് ഇത് ആ പെണ്ണിലൂടെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. നല്ല സുന്ദരിയായിരുന്നു അവള്. അവള് പറഞ്ഞു, നീ എന്നോട് കൂടെ പാപം ചെയ്യുക, ഞാൻ നിനക്ക് ഇഷ്ടം പോലെ സുഖം തരാം, ഞാൻ നിനക്ക് ഇഷ്ടം പോലെ സ്നേഹം തരാം. 8-ാമത്തെ വചനം പറയാം, പക്ഷേ ജോസഫ് വഴങ്ങിയില്ല. അതാണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തികളുടെ പ്രത്യേകത. പരിശുദ്ധാത്മാവുള്ള വ്യക്തികളുടെ പ്രത്യേകത അതാ. സാഹചര്യങ്ങൾ, പാപം ചെയ്യാൻ എന്തൊക്കെ അനുകൂല സാഹചര്യം വന്നാലും ഒരു പാപം ചെയ്യില്ല. ജോസഫിന് തീരുമാനമുണ്ടായിരുന്നു. അവൻ വിശുദ്ധിക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തു. വചനം പറയുന്ന 9-ാമത്തെ വാക്യം, ജോസഫ് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിനെതിരായി ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുക? എനിക്ക് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കർത്താവിനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല, എനിക്ക് എൻ്റെ കർത്താവിനെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. നീ തരുന്ന നൈമിഷികമായ സുഖത്തെക്കാളും ഈ ശരീരത്തിൻ്റെ സകലവിധ ഭോഗേച്ഛകളെക്കാളും എനിക്ക് എത്രയും വലുതാണ് എനിക്ക് എൻ്റെ കർത്താവ്. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. തിരുവെഴുത്ത് പറയാണ്, അനുദിനം അവൾ പറഞ്ഞിട്ടും ജോസഫ് അവൾക്ക് വഴങ്ങുകയോ അവൾ അടുത്തിരിക്കുകയോ ചെയ്തില്ല. കാരണം ജോസഫിനെ മനസ്സിലായി, ആ പെണ്ണിൻ്റെ അടുത്തിരുന്നാൽ ആ പെണ്ണ് തന്നെ വശീകരിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ചിലരുടെ അടുത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയും, മോളെ എഴുന്നേറ്റ് പോവുക. ചിലർ മൊബൈലിൻ്റെ ഫോൺ നമ്പറൊക്കെ ചോദിക്കും, സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. ചിലർ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറഞ്ഞ് വേണം സംസാരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അവിടെയൊക്കെ സാത്താൻ പല കെണികൾ വരുത്തും. എത്ര ആത്മാക്കളെയാണ് ഇതുപോലെ പിശാച് ചതിയിൽപ്പെടുത്തി നിത്യ നരകത്തിലേക്ക് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയാണ്, വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുക്കുക, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. ഇതിൽ കുടുംബസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ദമ്പതിമാരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം വിശ്വസ്തത പാലിച്ച് വിശുദ്ധിയോടെ ജീവിക്കണം. ഒരു ഭർത്താവിനോടടുത്ത, ഒരു ഭാര്യയോടടുത്ത, ഒരു അപ്പനോടടുത്ത, ഒരു അമ്മയോടടുത്ത വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കുക. ഒത്തിരി സമർപ്പിതർ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ തീരുമാനം എടുക്കണം. അനേകം യുവജനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, ഈ ലോകത്തിന് വെറിക്കൂത്തിൽ പോയി നിങ്ങൾ നശിച്ചു പോകാതെ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുക. അതിനുവേണ്ടി തീരുമാനമെടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. ഈ തീരുമാനത്തിലൂടെ ജോസഫിനെ എന്ത് ചെയ്തു? ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായം 41-ാം വചനത്തിൽ പറയാണ്, ഫറവ പറഞ്ഞു, ഈജിപ്ത് മുഴുവൻ്റെയും
അധിപനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. താൻ ഏത് രാജ്യത്തിൻ്റെ അടിമയായിരുന്നോ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ദൈവമായ കർത്താവ് ജോസഫിനെ അനുഗ്രഹിച്ചുയർത്തി. എന്താ കാരണം? അവൻ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിനെതിരായി പാപം ചെയ്യില്ല, ഞാൻ എൻ്റെ കർത്താവിനെ ദുഃഖിപ്പിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റും? നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഇതുപോലെ വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ പറ്റുമോ ദൈവ പൈതലെ? എങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മ നിന്നെ അഭിഷേകം ചെയ്യും. വീണ്ടും ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്താൻ പോവാണ്. അതാരാന്നറിയോ? പൗലോസ്ലീഹായാണ്. പൗലോസ്ലീഹ റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 35-ാം വചനത്തിൽ സെന്റ് പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും? പൗലോസിന് നല്ല ഉറച്ച തീരുമാനമായിരുന്നു, നിലപാടായിരുന്നു. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു തിന്മയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ സാധ്യമല്ല. കർത്താവിനോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ, കർത്താവിനുള്ള ബന്ധത്തിൽ വളരുവാൻ ഈ പുതുവർഷത്തിൽ തീരുമാനമെടുക്കുക. നമുക്ക് മറ്റെന്തിനേക്കാളും ആരേക്കാളും നമുക്ക് വലിയവൻ നമ്മുടെ കർത്താവാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുപ്രീം പ്രയോറിറ്റി ആരാ? നമ്മുടെ കർത്താവാണ്. നമുക്ക് കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. കർത്താവ് കഴിഞ്ഞിട്ട് വേറെ ആരും ഉണ്ടാകാൻ പാടുള്ളൂ. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ 2019 കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുന്ന വർഷമാകട്ടെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്ന വർഷമാകട്ടെ, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്ന വർഷമാകട്ടെ. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവവചനത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങളങ്ങ് തീരുമാനങ്ങൾ എടുത്ത് നോക്കി. ആ തീരുമാനങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കും. ഞാൻ ചുമ്മാ പറയല്ല. നിങ്ങൾക്കറിയോ, എൻ്റെ 22-ാമത്തെ വയസ്സിലാണ് ഞാൻ ഫുൾ ടൈമറായി. 15-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് കരുണ കാണിച്ചു. 22-ാമത്തെ വയസ്സിൽ ഞാൻ ഫുൾ ടൈമറായിട്ട് എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുകയാണ്. അന്ന് അനേകരെന്നോട് ചോദിച്ചു, മോനെ, സുവിശേഷ വേല നല്ലതാണ്, നീ മണ്ടത്തരം കാണിക്കരുത്, നീ പൊട്ടത്തരം കാണിക്കരുത്, നീ എടുത്ത തീരുമാനം നീ ശരിക്കൊന്ന് പരിശോധിക്കണം. ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ട് നീ സുവിശേഷ വേല ചെയ്തോ? ഇപ്പം 4 കാശുണ്ടാക്കിയിട്ട് മോനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ഒരു നല്ല രീതിയിൽ സുരക്ഷിതമാക്ക്, എന്നിട്ട് നീ ദൈവത്തിൻ്റെ വേല ചെയ്തു. പക്ഷെ കർത്താവിനെ നിർബന്ധിച്ചു, എൻ്റെ സമയത്തിലാണ് നീ എൻ്റെ വേല ചെയ്യേണ്ടത്, നിൻ്റെ സമയത്തിലല്ല. ഈ ഒരു ദൈവശബ്ദം എൻ്റെ ജീവിതത്തെ തൊട്ടുണർത്തി. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിച്ചു. ഞാൻ സന്തോഷിക്കുകയാണെന്ന് അന്ന് ഞാൻ എടുത്ത തീരുമാനം എത്ര ശരിയായി. അന്ന് ഇത് മണ്ടത്തരമാണ്, നീ ശരിക്കും ആലോചിക്കണം, നീ ശരിക്കും ചിന്തിക്കണം എന്ന് പറഞ്ഞ അനേകരെ ഇന്ന് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മോനെ, നീ എടുത്ത തീരുമാനം എത്ര ശരിയായിരുന്നു. ഞങ്ങളുടെ മക്കളും ഇതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. നമ്മൾ ആരും ഇത് മറന്നു പോകരുത്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ പുതുവർഷത്തിൻ്റെ ഈ ആരംഭ ദിനത്തിൽ തന്നെ പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ് അതിലൂടെ അനുഗ്രഹിക്കുകയാണ്. ഞാനൊരു പ്രൊഫസി, ഒരു പ്രവചന ദൂത് ഇവിടെ പറയുകയാണ്. ഈ പുതുവർഷത്തിലെ ഹഗായി പ്രവചനം 2:19 ഇത് അനേകർക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളോട് പരിശുദ്ധാത്മ പറയാണ്, ഇന്നു മുതൽ 2019 ജനുവരി 1-ാം തീയതി ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി ദൈവം മാറ്റുകയാണ്. അനേകരുടെ കണ്ണുനീര് തുടച്ച്, അനേകരുടെ ദുഃഖങ്ങൾ മാറ്റി, അനേകരുടെ സങ്കടങ്ങളെ പരിഹരിച്ച്, അനേകരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുത്ത് അവരെ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും ആത്മനിറവിലേക്കും ആനന്ദത്തിലേക്കും കർത്താവ് കരം പിടിച്ച് ഉയർത്തുന്ന സമയം. എൻ്റെ സഹോദര, നീ വിഷമിച്ച് തളർന്നിരിക്കരുത്. എൻ്റെ സഹോദരി, നീ ദുഃഖിച്ച് നരകിച്ച് ജീവിക്കരുത്. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കർത്താവ് മാറ്റാൻ പോവാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നൽകിയ ഈ ദൂത്
നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിനുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളിലും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. തിരുവോസ്തിയിൽ ഞാൻ നോക്കിടുമ്പോൾ തിരുമുഖം കാണുന്നു ദിവ്യനാഥ. തിരുവോസ്തിയിൽ ഞാൻ നോക്കിടുമ്പോൾ തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനത്തിൽ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുവാനായി കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെ നമ്മൾ കേട്ടു തീരുമാനങ്ങളിലുള്ള വിശ്വസ്തത. എൻ്റെ സഹോദര സഹോദരി, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലൂടെയാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. മോശ പ്രവാചകൻ അനുഗ്രഹിക്കപ്പെട്ടു, പൂർവ്വ ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു, പ്രവാചകനായ ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടു. എത്രയെത്ര വ്യക്തികളെ ദൈവം അവരെടുത്ത തീരുമാനങ്ങളിലൂടെ അനുഗ്രഹിച്ചു. ഈ നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് നിങ്ങൾ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി വിശ്വാസത്തോടെ നോക്കി, വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങൾ കോർത്ത് പിടിച്ച്, ആ കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തി പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ വരികൾ ചേർന്ന് പാടി ഈശോയെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ യേശുവേ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് തീരുമാനം ചെയ്തു മേലിൽ അല്പം കൂടി സ്വരമുയർത്തി യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനങ്ങൾ അഭിഷേകം ചെയ്യണമേ. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേ ഈ പുതുവർഷത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേ കോർത്ത് പിടിച്ച കരങ്ങൾ പൂർണ്ണമായി ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ, നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മൾ എടുത്ത പുതിയ പുതിയ തീരുമാനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. സ്തുതിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, കൃപകൾ വർഷിക്കണമേ, അനുഗ്രഹം ചൊരിയണമേ, നന്മകൾ പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ തീരുമാനങ്ങളെ കർത്താവേ ആശീർവദിക്കണമേ. ബ്ലെസ് ബ്ലെസ് ബ്ലെസ്. നന്ദി കർത്താവേ, എല്ലാ ഉപകാരങ്ങൾക്കായി എല്ലാ നന്ദി ഈശോയേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവാശ്രയത്വത്തിലുള്ള വളർച്ചയെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ